Audio Jungle. Audio Jungle. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഗ്മെൻറ്റ് വന്നിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു സെഗ്മെൻറ്റ് തന്നെയാണ്, വാട്ട്സ് ഇൻ മൈ ബാഗ് ആഫ്റ്റർ മദർഹുഡ്. അതായത് ഞാനൊരു മദർ ആയതിനു ശേഷം എൻ്റെ ബാഗിൽ ഞാൻ എന്തൊക്കെ ക്യാരി ചെയ്യുന്നു. ഒരു മദർ ആകുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്ലിംഗ് ബാഗ് ഇട്ട് അതിനകത്തൊരു ഫോണ്, പൈസ അങ്ങനെയൊക്കെ ഇട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ ഒരു മദർ ആയതിനു ശേഷം എൻ്റെ ബാഗിൽ എന്തൊക്കെ കൊണ്ട് നടക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ എല്ലാവരും എന്തൊക്കെയാണ് അവരുടെ ബാഗിനകത്ത് കൊണ്ട് നടക്കുന്നത്, ഒരു പേരൻ്റ് എന്താണ് കൊണ്ട് നടക്കുന്നത്, ആ സാധനങ്ങൾ തന്നെയാണ് ഞാനും കൊണ്ട് നടക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് എൻ്റെ ബാഗ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കൊണ്ട് നടക്കുന്ന ബാഗ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ പിള്ളേരെ ആയതിനു ശേഷം ബേബിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ കൊണ്ട് നടക്കുന്ന ബാഗാണിത്. ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പുറത്തുനിന്നൊക്കെ ഒരുപാട് സൗണ്ടും ഒക്കെ ഉണ്ട്. എനിക്ക് അന്നേരം മൈക്കില്ലാതിരുന്നതിന് മുമ്പാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത് ഞാൻ തന്നെ റിമൂവ് ചെയ്തു അക്കൗണ്ടിൽ നിന്ന്. എന്നിട്ട് വേറൊരു ദിവസം ഇടാമെന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിപ്പം നിശബ്ദമായിട്ടൊരു ഇത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഓർത്തുന്ന ചെയ്തേക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ആ മൈക്കും എല്ലാം ഉണ്ട്. നമ്മുടെ റിംഗ് ലൈറ്റ് സെറ്റ് മേടിക്കും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ പറഞ്ഞതുപോലെ ഇതാണ് ബാഗ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബേബിയുടെ പാമ്പറാണ്. എല്ലാവർക്കും അറിയാലോ, സെയിം ബേബി പാമ്പർ. അത് എവിടെ പോയാലും നമ്മുടെ ബാഗിനകത്ത് ഉണ്ടാകും. നെക്സ്റ്റ് വൺ വന്നിട്ട് ബോനിസ് എന്ന് പറയുന്ന ഒരു ഗ്യാസിൻ്റെ മരുന്നാണ്. ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോകുമ്പം, അതായത് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും കൊണ്ടുപോകും ബാഗിനകത്ത് ക്യാരി ചെയ്യുന്ന സാധനങ്ങളാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഹിമാലയയുടെ ഒരു ബോനിസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഗ്യാസ്, അങ്ങനെയുള്ളൊരു സംഭവത്തിന് വേണ്ടിയാണ്. പിന്നെ ഒരു ബേബി ഫേസ് ക്രീം, കുട്ടിയുടെ ഒരു ഫേസ് ക്രീം ഉണ്ട്. മോയ്സ്ചറൈസറാണ്, നമുക്ക് അത്യാവശ്യമാണല്ലോ മോൾക്ക്. പിന്നെ ബാഗിനകത്ത് കൊണ്ടു നടക്കുന്നത് മോളുടെ ഒരു ബോയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വളയുണ്ട്. വള അങ്ങനെ കയ്യിലിടൽ കുറവാണ് വള, കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭംഗിയുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും മേടിക്കും. പക്ഷേ ഉപയോഗിക്കാറില്ല. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് പിന്നെ അത് മാറ്റി വെക്കാറാണ് പതിവ്. അപ്പോൾ ബാഗിനകത്ത് ഇങ്ങനെ ഇട്ടേക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് കയ്യിൽ വളയില്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിടാലോ മൊത്തം ബാഗിനകത്ത് തന്നെ വെച്ചിരിക്കുന്നതാണത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാഗിലുള്ളത് ഒരു ഐലൈനറാണ്. ഇത് ബാഗിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിക്കാത്തത് ഞാൻ ബാഗിനകത്ത് ഇട്ട് നടക്കുന്നത്. പെട്ടെന്ന് എങ്ങോട്ടും ഇറങ്ങുമ്പോഴത്തേക്കും മറന്നാലോ എഴുതാമല്ലോ എന്ന് ഓർത്തിട്ടതാണ്. പിന്നെ എൻ്റെ മമാത്തിൻ്റെ ബീട്രൂട്ട് ഫേസ് ക്രീമുണ്ട്. തീരാറായിട്ടോ അത്. പിന്നെ മോളുടെ ഒരു സിറപ്പുണ്ട്. വീട്ടിലൊക്കെ ഞാൻ നിൽക്കാനായിട്ട് പോകുന്ന സമയങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കെന്നല്ല, പിള്ളേർക്ക് പെട്ടെന്നായിരിക്കുമല്ലോ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്കും അലർജിയും ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കണം. ഒരു പാരസെറ്റമോൾ സിറപ്പും കൊണ്ട് നടക്കാറുണ്ട് ഞാൻ. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഡവിൻ്റെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഇതാ ഈ ഒരു മോളുടെയാണ് കേട്ടോ ഇത്. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണിത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയ സാധനം കേട്ടോ. ഇതിനകത്ത് ബുഷ് ഉണ്ട്, ക്ലിപ്പ്, സ്ലൈഡ്, പിന്നെ ഡിസ്കോ റബ്ബർ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് ഉണ്ട് കാരണം മുടിയൊക്കെ ഇപ്പം ഗേൾ ആയതുകൊണ്ട് മുടിയൊക്കെ കെട്ടി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് വലിയ ഇറിറ്റേഷൻ അതൊക്കെ കെട്ടി വെക്കുന്നത്. അപ്പോൾ സമ്മതിക്കാറില്ല, എങ്കിലും ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബില്ലുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കവറ്. പിന്നെ അതാ ഐബ്രോ പെൻസിലുണ്ട് കേട്ടോ, ഒരു ഐബ്രോ പെൻസിലുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് എൻ്റെ വോളറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ വോളറ്റ്. ഇതിനകത്ത് കാണിക്കണം അല്ല. പിന്നെ കാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. കാർഡ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറയാനായിട്ട് ഞാൻ ബാഗിനകത്ത് വാച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് വെക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വള ഇട്ടുകൊണ്ട് പോകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വള കയ്യിലുണ്ട്, ആ വളയായിരിക്കും ഇട്ടുകൊണ്ട് പോകാറ്. വാച്ച് അങ്ങനെ ഇതിൽ കുറവാണ്. അപ്പോൾ വാച്ച് കയ്യിൽ ചിലപ്പോൾ ബാഗിനകത്തിടും, ചിലപ്പോൾ ഞാൻ അലമാരിക്കകത്ത് വെക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവും. അപ്പം ഇത് ബാഗിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിട്ടതല്ല. ബാഗിനകത്ത് ചില സമയത്ത് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് ബാഗിനകത്തോട്ട് ഇട്ടേക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഞാൻ തന്നെ മറന്നു പോകും. പിന്നെ ഇതാ ഒരു ORS. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ORS ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് മോൾക്കൊരു പ്രാവശ്യം ഭയങ്കര ഛർദിയും ഒക്കെ ഉണ്ടായ ഒരു സമയത്ത് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോഴത്തേക്കും കിട്ടിയതാണ്. ആൾ കുടിച്ചൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ ബാഗിനകത്ത് ഇട്ടതാണ് അന്നേരം. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടോ നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ഡയറിയാണ്. എനിക്കൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ സംഭവം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളും ഒക്കെ എഴുതുന്നത്. അതിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ എൻ്റെ ഒരു
സന്തോഷമുണ്ടോ സങ്കടമോ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബാഗിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ മെറ്റേണിറ്റി പാഡ് നമ്മുടെ സാനിറ്ററി പാഡ്. ദെൻ വാച്ചിൻ്റെ ചാർജർ, പിന്നെ അതിനകത്ത് വേറെ എന്തോ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു കുടലിത്തയിലും വേറെ പിന്നെ എന്താ അതിനകത്തുള്ളത്, ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ന്യൂഡ് കളറാണേ. ഇതാ ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് മസ്റ്റാണല്ലോ, കണ്ണെഴുതിയില്ലെങ്കിലും ചുണ്ട് ചുമപ്പിച്ച് പോകുക എന്നുള്ളൊരു ഇതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടൊരു ചീപ്പ്. ഇതൊക്കെ എല്ലാവരുടെയും ബാഗിനകത്ത് കാണും എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. പിന്നെ എന്താണ് വേറെ എന്താ, ഒരു പെന്നുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊരു സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ഷനായ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു അത്തറുണ്ട്. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണിത്. അപ്പോൾ ഇത് കളയാതെ ഇതിനകത്ത് തന്നെ ഇട്ടിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ്. പിന്നെ കുറച്ച് ബാങ്കിൻ്റെ ഡീറ്റെയിൽസിൻ്റെ പേപ്പേഴ്സൊക്കെയാണ്. പിന്നെ ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ മോളെയൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും അവർക്ക് വേണ്ടി ആവശ്യമുള്ള പിന്നെ എന്താ ഇതിനകത്ത് കുറച്ചുകൂടെ ഞാൻ 2 ഉടുപ്പും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗ്. ഇതാ കാലിയായി. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ. പിന്നെ ഒരു ATM കാർഡ് കാര്യങ്ങൾ അങ്ങനത്തെ പേപ്പേഴ്സ് ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിനകത്ത് ഞാൻ കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ കയറും എൻ്റെ ബാഗിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ. അതായത് നമ്മുടെ മോളുടെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ്, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഫുഡിൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ വെള്ളം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കയറാറുണ്ട്. അപ്പോൾ അവൾ അതിനിടയ്ക്ക് എന്നോട് വർത്താനം പറയുകയാണ്, ശ്രദ്ധിക്കാതെ നിൽക്കുന്നുണ്ട്, ആൾ കളിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഷോർട്സ് ഒക്കെ ഒരുപാട് ഞാൻ ഇടുന്നുണ്ട്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.